നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. തകർന്ന് തരിപ്പണമായ റോഡ് നന്നാക്കുന്നില്ല. 1,00,000 രൂപ ചെലവഴിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി ജനകീയ സമിതി. ചെങ്ങമനാട് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇനി വിശദമായ വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونكره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم ومحمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. كان أمة قانتا لله حنيفا ولم يكن من المشركين. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയറുക്കുവാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത്. സഹനത്തിന്റെ സന്ദേശവും സൗഹൃദത്തിന്റെ തക്ബീർ ധ്വനികളുമായി ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ആലുവ മുനിസിപ്പൽ സിവിൽ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിൽ നൂറുകണക്കിന് മതവിശ്വാസികൾ പങ്കെടുത്തു. അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. നമുക്ക് അനുവദിച്ചു തന്ന 2 ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം മൈതാനത്ത് ഒരുമിച്ച് കൂടണമെന്നും ആഭാലവൃതം ജനങ്ങളും സംഗമിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നടപ്പിൽ വരുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല സന്ദർഭവും സാഹചര്യവും നമുക്ക് അനുകൂലമാക്കി തന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ മക്കയിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഹജ്ജിന് ഹാജരായ മുഴുവൻ സഹോദരന്മാർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. തകർന്ന തരിപ്പണമായ റോഡ് നന്നാക്കുന്നില്ല. 1,00,000 രൂപ ചെലവഴിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി ജനകീയ സമിതി. മന്നം പോസ്റ്റ് ഓഫീസ് മാക്കനായി റോഡാണ് സഞ്ചാരയോഗ്യമാക്കിയത്. തകർന്ന റോഡിൽ വാഴ നട്ടും റോഡിലെ കുഴിയിൽ ഇരുന്നും കിടന്നുമടക്കം നിരവധി പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും തകർന്ന റോഡ് 6,00,000 രൂപ ചിലവഴിച്ച് സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധ സമരം കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. മന്നം പോസ്റ്റ് ഓഫീസ് മാക്കനായി റോഡിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം അതുകൊണ്ട് തന്നെ വേറിട്ടതായി. 1.5 പതിറ്റാണ്ടിലേറെയായി യാതൊരുവിധ അറ്റകുറ്റജോലികളും നടത്താതിരുന്നത് മൂലം റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും സുഗമമല്ലായിരുന്നു. ചിറ്റാറ്റുകര പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെടെ റോഡിന്റെ അറ്റകുറ്റജോലികൾക്ക് ലക്ഷങ്ങൾ ചിലവ് വരുമെന്നതിനാൽ മുൻകാലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് MLA ഫണ്ട് എന്നിവ ഉപയോഗിച്ചാണ് റോഡിന്റെ അറ്റകുറ്റജോലികൾ നടത്തിയിരുന്നതെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ ചിറ്റാറ്റുകര പഞ്ചായത്ത് ഭരണം LDFന് ലഭിച്ചതോടെ ഈ ഫണ്ടുകൾ നൽകുന്നില്ലെന്നും ഭാരവാഹികളായ സലാം നൊച്ചിലകത്തും VA സുനിലും ആരോപിച്ചു. ഇത് സാധാരണ നിലക്കൊരു സമരം മാത്രമല്ല, ഇതൊരു പ്രതിഷേധത്തിൻ്റെ ഒരു സ്വഭാവത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ വർഷങ്ങളായിട്ടുള്ള ആവശ്യം ബഹുമാനപ്പെട്ട MLA അത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അതിന് ഒരു 50,000-ത്തിലധികം അടുത്ത രൂപ ചിലവഴിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ ക്ലീനിങ്ങും ഒപ്പം തന്നെ ഇവിടെ മട്ടി അടിച്ച് ഇതിൻ്റെ റിപ്പയറിംഗ് അടക്കം ചെയ്ത് അതൊരു പ്രതിഷേധ സൂചകമായിട്ട് നാളെ ഇവിടുത്തെ ജീവിക്കുന്ന ജനങ്ങൾ ഈ പ്രദേശത്തെ പറവൂർ മണ്ഡലത്തിൽപ്പെട്ട ജനങ്ങളാണെന്ന് MLAക്ക് ബോധ്യമുണ്ടാകുകയും ഈ പ്രദേശത്തെ ഈ ഇതുപോലൊരു റോഡ് ഇവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ വികസന പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം. ഇതിലെ ആംബുലൻസ് ആയാലും വലിയ വലിയ വാഹനങ്ങളൊക്കെ ഇതിലേക്കൂടി കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 18 വർഷക്കാലമായി
ഈ പ്രദേശം ഇത് നേരത്തെ കണ്ടതുമാതിരി യാത്രയ്ക്ക് ഒട്ടും അനുയോജ്യമില്ലാത്ത കുണ്ടും കുഴിയായി കിടക്കുകയാണ്. ഇത് നിരന്തരം ഇതിൻ്റെ അധികാരി എന്ന നിലയിൽ MLA വിവരം ധരിപ്പിക്കുകയും ഇതുവരെയായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ അദ്ദേഹമോ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആളുകളോ ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, മുൻകാലങ്ങളിൽ ഇതെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ സംബന്ധ ഭദ്ര ആണ് നടത്തിയിരുന്നത്. ഇപ്പോൾ കുറേ കാലമായി ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ സഹകരണവും സഹായവും ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളിൽ നിന്നുണ്ടാകുന്നില്ല. ഈ റോഡ് ഇപ്പോൾ നമുക്കറിയാം, ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ പല വണ്ടികളുടെയൊക്കെ ടയറൊക്കെ പഞ്ചറാകുന്ന, ഓട്ടോറിക്ഷക്കാർക്ക് നിരന്തരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു റോഡ് കൂടിയാണിത്. കാരണം എന്ന് വെച്ചാൽ കുണ്ടും കുഴിയായി കിടക്കുന്നത് കൊണ്ട് പല സമയത്തും വണ്ടികൾക്ക് പോകാൻ പല ബുദ്ധിമുട്ടാണ്. ഓട്ടോ വിളിച്ചാൽ വരാത്തൊരു പ്രശ്നം. ഇപ്പോൾ ഗർഭിണികളൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം പല ഓട്ടോകളും ഇപ്പോൾ അന്നത്തേക്ക് വിളിച്ചാൽ വരാത്തൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഈ പ്രദേശവാസികളുടെ ഒരു പ്രതിഷേധം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഫണ്ട് സ്വരൂപിക്കുകയും ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. മെറ്റലും എംസാൻഡും കൊണ്ട് കുഴികൾ അടക്കുകയും JCBയുടെ സഹായത്തോടെ കാനകൾ ശുചീകരിക്കുകയും ചെയ്തതോടെ റോഡ് ക്ലീനായി. പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം മന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് L. ആദർശ് നിർവഹിച്ചു. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഇതിലൂടെ കടന്നു പോകുന്ന വഴിയാണ്. നിരവധിയായിട്ടുള്ള രോഗികൾ ചാലാക്ക മെഡിക്കൽ കോളേജിനകത്തേക്ക് കടന്നു പോകുന്ന വഴിയാണിത്. ഈ വഴിയോട് ഗൗരവമായിട്ടുള്ള അനാസ്ഥയാണ് വർഷങ്ങളായി നമ്മുടെ MLAയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ നിർവഹിച്ചു വരുന്നത്. ഈ വഴിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയാത്തതല്ല. ചിറ്റാറ്റുകര പഞ്ചായത്ത് ഇപ്പോഴാണ് ഇടതുപക്ഷം ഭരിക്കുന്നത്. അതിനു മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വന്തം വീടിനകത്തേക്ക് ഈ പഞ്ചായത്തിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് റോഡ് പണിത സാഹചര്യമുണ്ട്. ജനകീയ സമിതി പ്രസിഡന്റ് സുനിൽ ദത്ത് അധ്യക്ഷത വഹിച്ചു. TS രാജൻ, ജനകീയ സമിതി ഭാരവാഹികളായ ഹബീബ്, രതി ബാബു, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. 16 വയസ്സുകാരനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച 3 പേരെ വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറായി പള്ളിപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. 16 വയസ്സുകാരനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചവർ അറസ്റ്റിൽ. പള്ളിപ്പുറം ചെറായി തൃക്കടപ്പള്ളി ഭാഗത്ത് കല്ലൂർ വീട്ടിൽ ജിതിൻ, പള്ളിപ്പുറം ചെറായി തൃക്കടപ്പള്ളി ഭാഗത്ത് പുത്തൻപുരയ്ക്കൽ വീട്ടിൽ ജിജു, പള്ളിപ്പുറം ചെറായി കടവുങ്കൽ വീട്ടിൽ ഹരിശങ്കർ എന്നിവരെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന് പ്രതികൾക്ക് ഉദ്ദേശം ഉണ്ടായത്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇരു കൂട്ടരുടെയും രക്ഷിതാക്കൾ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ സംസാരിച്ചുവെങ്കിലും ഒത്തുതീർപ്പായില്ല. തുടർന്ന് പ്രതികൾ ഒരു ഇന്നോവ കാറുമായി പറയാട് ഭാഗത്ത് വന്ന് വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് പറയാട് ഭാഗത്തേക്ക് വരാൻ നിർദ്ദേശിച്ചു. വന്നില്ലെങ്കിൽ വീട്ടിൽ കയറി ആക്രമിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് പറയാട് ഭാഗത്തെത്തിയ കുട്ടിയെ കാറിലിരുന്ന 3 പ്രതികളും കൂടി ബലം പ്രയോഗിച്ച് കാറിലേക്ക് വലിച്ചു കയറ്റി മാലിയങ്കര മുനമ്പം റോഡിലൂടെ ഓടിച്ച് ചെറായി പാടം ഭാഗത്തേക്ക് കൊണ്ടുപോയി. കാറിൽ വെച്ച കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും കുട്ടിയോട് സ്കൂളിൽ നിന്ന് നിർബന്ധമായി TC മേടിച്ചു പോകണം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇവർ കുട്ടിയുമായി മുനമ്പം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വരികയും ആ സമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിവരമറിഞ്ഞ വടക്കേക്കര പോലീസ് പിന്തുടർന്ന സമയബന്ധിതമായി മുനമ്പത്തെത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാറിൽ പ്രതികൾക്കൊപ്പം കുട്ടിയെ കണ്ടെത്തുകയുമാണ് ഉണ്ടായത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഇന്നോവ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണ സംഘത്തിൽ വടക്കേക്കര ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ PK വിനോദ്, VM റസാഖ്, TS ഗിരീഷ്, അഭിലാഷ്, ജയകൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PD പ്രവീൺ ദാസ്, PB ശ്രീകാന്ത്, സേതുനാഥ്, അനീഷ് കുമാർ, നവീൻ C ജോൺ, ജിനുമോൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു. ചെങ്ങമനാട് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ചെങ്ങമനാട് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെങ്ങമനാട് ശ്രീരംഗം ഓഡിറ്റോറിയത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ഉന്നത വിജയം നേടിയ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ, സ്പോർട്സ് കിറ്റ് വിതരണം, നിർധനർക്കുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം തുടങ്ങിയവയായിരുന്നു വിതരണം ചെയ്തത്.
1984 രൂപീകൃതമായ പ്രിയദർശിനി ക്ലബ്ബ് 3 പതിറ്റാണ്ടുകൊണ്ട് നാടിന്റെ അഭിമാന തേജസ്സായാണ് നിലകൊള്ളുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച അൻവർ സാദത്ത് MLA പറഞ്ഞു. വിദ്യാർത്ഥികൾ അടക്കമുള്ള ഭാവി യുവതലമുറകളെ വഴിതെറ്റിക്കുന്ന സംസ്കാരങ്ങളും അധാർമിക ശക്തികളും സമൂഹത്തിന് ഭീഷണിയായി നിലകൊള്ളുമ്പോൾ നന്മയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച് വീടിനും നാടിനും നാട്ടാർക്കും അഭിമാനമായി വിദ്യാർത്ഥി സമൂഹം മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളിപ്പോൾ നല്ല വിദ്യാഭ്യാസം നേടിയിരിക്കുകയാണ്, നല്ല ഒരു ഉന്നത വിജയം നേടിയിരിക്കുന്നത്. ഈ ഉന്നത വിജയം നേടി എന്ന് വെച്ചുകൊണ്ട് അഹങ്കരിക്കരുത്. ഈ ഉന്നത വിജയം നിങ്ങൾ ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഏറ്റെടുത്തുകൊണ്ട് നല്ല ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കണം, നല്ല നിലയിലേക്ക് എത്താൻ സാധിക്കണം. അത് നിങ്ങളുടെ മനസ്സിൽ എന്നും ആ ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചിന്താഗതിയും അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളുമായിരിക്കണം നിങ്ങൾ ഇനി ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പ്രധാനമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ മാതാപിതാക്കളാണ്, പിന്നെ നിങ്ങളുടെ അധ്യാപകരാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുകയും ശ്രദ്ധിക്കുകയും കരുതലോടുകൂടി നിങ്ങളെ കൊണ്ട്. അപ്പോൾ അതൊക്കെ ഈ രണ്ടുപേരെയും അനുസരിച്ച്, രണ്ടുപേരെയും കേട്ട് അവർ പറയുന്ന അനുസരിച്ചായിരിക്കണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതെന്ന് ഞാൻ സാന്ദ്രമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് പലപ്പോഴും, വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു നല്ല മനുഷ്യനാവാൻ സാധിക്കില്ല. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങൾ നല്ലൊരു മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം. ചില കേസുകളിലൊക്കെ പ്രതികളെ പിടിക്കണം കണ്ടിട്ടില്ലേ? ഡോക്ടർ, എഞ്ചിനീയർ, IAS, IPS അല്ലെങ്കിൽ വലിയ ഡിഗ്രിയൊക്കെ കേൾക്കാം. അവർ തീവ്രവാദികളാവാം, ഭീകരവാദികളാവാം, ചിലപ്പോൾ അവർ കള്ളന്മാരാവാം, കൊള്ളക്കാരാവാം, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥക്കെതിരെ പ്രവർത്തിക്കുന്നവരാവാം. അങ്ങനെയൊക്കെ പല കേസുകളിലും അവരെയൊക്കെ നമ്മൾ പിടിക്കപ്പെടാറുണ്ട്. പക്ഷെ എന്താണ്, അവർക്ക് വിദ്യാഭ്യാസക്കുറവാണോ? അല്ല, അവർക്കുള്ളത് നല്ല മനുഷ്യനുള്ള ചിന്താഗതി അവരുടെ മനസ്സിലില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യനായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് നിങ്ങളെ എനിക്ക് ഉണർത്താനുള്ളത്. നമ്മുടെ പൂർവികർ പടുത്തുയർത്തിയ മാനവിക ദർശനങ്ങൾ നെഞ്ചേറ്റി രാജ്യത്തിന്റെ അഭിമാനമാകണം വിദ്യാർത്ഥി സമൂഹമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MG ജോമിയും പറഞ്ഞു. പ്രിയദർശിനി ക്ലബ് പ്രസിഡന്റ് EK വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി തൻ്റെ സിരകളിൽ അവസാന തുള്ളി രക്തം വരെ ഹോമിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിൽ നാമധേയത്തിൽ 1986 ജൂൺ മാസം 10-ാം തീയതി അന്നത്തെ ചെറുപ്പക്കാരായ ഞങ്ങൾ രൂപം കൊടുത്ത 76ഓളം വരുന്ന അന്നത്തെ ചെറുപ്പക്കാരായ ഞങ്ങൾ രൂപം കൊടുത്ത ക്ലബ്ബാണ് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ബഹുമാന്യനായ അന്നത്തെ പരേതനായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി PK വേലായുധൻ ഉദ്ഘാടനം ചെയ്ത് ആശീർവദിച്ച ക്ലബ്ബാണ് ചെങ്ങമനാട്ട് ഇന്നും നിലനിൽക്കുന്നത്. 1986 ക്ലബ്ബ് തുടങ്ങിയപ്പോൾ ചെങ്ങമനാട്ട് ഏകദേശം 12ഓളം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിലനിൽക്കുന്നത് ഈ പ്രിയദർശിൻ്റെ പേരിൽ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ക്ലബ്ബ് മാത്രമാണ്. ക്ലബ് സെക്രട്ടറി TK അബ്ദുൾ സലാം സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ജയ മുരളീധരൻ, വൈസ് പ്രസിഡന്റ് CS അസീസ്, പഞ്ചായത്ത് അംഗങ്ങളായ സെബ മുഹമ്മദ് അലി, റജീന നാസർ, ഷാജൻ എബ്രഹാം, നവാസ് കളപ്പുരയ്ക്കൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AC ശിവൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PB സുനീർ, ആലുവ അർബൻ ബാങ്ക് ഡയറക്ടർ AR അമൽരാജ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KM അബ്ദുൾ ഖാദർ, വാർഡ് കോൺഗ്രസ് നേതാക്കളായ രാജി ആന്റണി തേക്കാനത്ത്, സുനിൽ കാച്ചപ്പള്ളി, KA ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. തകർന്ന് തരിപ്പണമായ റോഡ് നന്നാക്കുന്നില്ല. 1.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി ജനകീയ സമിതി. ചെങ്ങമനാട് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.